ഹലോ എവ്രിവൺ, ഇന്ന് നമുക്കൊരു അടിപൊളി ആൻഡ് ഈസി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ അതിനായിട്ടൊരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേനും 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകും കൂടി പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സവോള ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞാനൊരു വറ്റൽമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. സവോള ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വഴലേണ്ട ആവശ്യമില്ല, ഒരു കുറച്ചൊന്ന് സോട്ടായി വന്നാൽ മതി. അതൊന്ന് സോട്ടായി വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ഒരു കൗണ്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 25-30 വെണ്ടയ്ക്ക ഉണ്ട്. സോ ഇതും കൂടി ഒന്ന് നല്ലോണം ഇളക്കിയതിന് ഒരു 5 to 10 മിനിറ്റ്സ് നല്ലോണം കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ബോക്സിൻ്റെ അവിടെയൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. ഡു ട്രൈ ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.